അറ്റ്ലാന്റിക് സമുദ്ര തീരത്തിലൂടെയാണ് എൻ്റെ ഈ യാത്ര തുടങ്ങിയത്. വന്നെത്തി നിൽക്കുന്നത് ദാരിയൻ എന്ന മഹാ ഉൾക്കാടുകളുള്ള ഒരു ദ്വീപിലാണ്. കൊളംബിയ ഭാഗത്തോട്ടുള്ള മറ്റൊരു ബോട്ടിന് വേണ്ടി വൈകുന്നേരം വരെ കാത്തിരുന്നു. പിന്നീട് എന്നെ കൂട്ടാൻ അടുത്ത ദിവസം 11 മണിക്ക് ഒരു അഭയാർത്ഥി ബോട്ട് വരുമെന്ന് കേട്ടു. അടുത്ത ദിവസം 11 മണി കഴിഞ്ഞു, 12 മണി കഴിഞ്ഞു, ഏകദേശം 1 മണിയായപ്പോഴേക്കും അതാ ആ വാർത്ത കേൾക്കുന്നു. എന്നെ കൂട്ടാനുള്ള വള്ളം എൻ്റെ ദ്വീപെത്തുന്നതിന് മുന്നായി അപകടകരമായ സമുദ്ര തിരമാലയിൽ മുങ്ങിയിരിക്കുന്നു. 16 പേരിലെ 3 പേർ മരണപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാൻ കിടന്നത് ഇവിടെ, ഞാൻ ആക്ച്വലി 12 മണിയാവരെ കിടന്നത് ഇവിടെ അല്ല, 12 മണി വരെ കിടന്ന ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം. അതിന് എവിടെയാണെന്ന് അറിയാലോ, പനാമയിലെ ഡാരിയൻ ജംഗിളിനോടടുത്ത് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്താണ്. ആ കാണുന്ന ഭാഗത്തില്ലേ, അവിടെയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം 12 മണി വരെ കിടന്നത്. അപ്പോൾ എന്നെ 12 മണിക്ക് രാത്രി ഇവിടെയുള്ള ചേട്ടൻ വന്ന് വിളിച്ചിട്ട് ചേട്ടൻ വീട്ടിൻ്റെ അകത്ത് കൊണ്ടുവന്ന് തണുപ്പത്ത് ഞാൻ കിടക്കുമായിരുന്നു. എന്നിട്ട് ഈ ബെഡിൽ ഇവിടെ കിടന്നു. ഇവിടുത്തെ രാവിലത്തെ കാലാവസ്ഥ നോക്കിക്ക്, ഫുള്ള് കാറ്റാണ് കേട്ടോ. കാറ്റ് നേരം വെളുത്ത് 6-6:30 ആയേ ഉള്ളൂ. ഞാൻ 6 മണിക്ക് എണീക്കണമായിരുന്നു, ഏതെങ്കിലും ബോട്ട് തപ്പി പുറത്തോട്ട് ഇറങ്ങി നിൽക്കാനായിരുന്നു. ഇപ്പം ലേറ്റായി ഓൾറെഡി. ഇന്നലെ രാത്രി ഞാൻ ഒന്നും കഴിച്ചില്ല. ഇന്ന് ഇറങ്ങി വന്നപ്പം ചേട്ടൻ എനിക്കൊരു ബ്രെഡ് തന്നു കേട്ടോ. ബ്രെഡിനും ഉണ്ടോ ടേസ്റ്റ് ഇങ്ങനെ. രാവിലെ ബോട്ട് ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കാനൊക്കെ പോവുകയാണ് കേട്ടോ. അത് ഓരോ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോവുകയാണ്. ഈ കാണുന്ന സ്ഥലത്താണ്, ഈ തണുപ്പത്താണ്, കാറ്റിലാണ് ഞാൻ ഇന്നലെ രാത്രി 12 മണി വരെ കിടന്ന. ഇവിടെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഫ്ലൈറ്റുകളൊക്കെ ഇറങ്ങാനായിട്ട് കുറേ സ്ട്രിപ്പുകളുണ്ട് കേട്ടോ, ഓരോ വില്ലേജുകളിലും. എനിക്ക് തോന്നുന്നു അവിടെ പോയി ഇറങ്ങുവാണെന്ന് തോന്നുന്നു കേട്ടോ, അതോ അപ്പുറത്തോട്ട് എവിടെ പോവുകയാണ് ആ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇത് മിലിറ്ററിയുടെ വല്ലതും ആയിരിക്കണം. അടുത്ത ഒന്നാണല്ലോ, അതും അവിടെ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു സ്ട്രിപ്പ് എന്തോ ഉണ്ട് ലാൻഡ് ചെയ്യാനായിട്ടുള്ള. ഞാൻ രാവിലെ പുറത്തോട്ട് ഇറങ്ങി. ഞാൻ പോർട്ടിലോട്ടൊക്കെ പോട്ടെ, ഏതെങ്കിലുമൊക്കെ ബോട്ടെ, ചിലപ്പം മൈഗ്രൻസിനെയൊക്കെ കൊണ്ടുവരുന്ന ബോട്ട് കൊളോൺ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഈ കൊളംബിയ ഭാഗത്തോട്ട് പോകാനായിട്ട് എമിഗ്രൻസിനെയൊക്കെ ഇല്ലീഗലായിട്ടുള്ള ആ ബോട്ടൊക്കെ ചിലപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ പറ്റുന്ന നിർത്തും. പിന്നെ പല ബോട്ടുകളും നിർത്തില്ല. പിന്നെ ചില ആളുകൾ അപ്പുറത്തെ വില്ലേജിലൊക്കെ പോകുന്ന ഏതെങ്കിലും ബോട്ടുണ്ടെങ്കിൽ അതിൽ കയറിപ്പോയി അവിടെ നിന്ന് വേറെ ബോട്ട്, അങ്ങനെ എങ്ങനെയെങ്കിലും എത്താനാണ് കേട്ടോ എൻ്റെ പ്ലാന്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഭാഗമൊക്കെ കാണിച്ചായിരുന്നു. ഒരു ബോട്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് പോയി ഇപ്പം. രാവിലെ ഒരു പുള്ളി കടലിലുള്ള ഈ സാധനങ്ങൾ, മാലിന്യങ്ങൾ വാരുവാണ്. ഇതെന്തിനെങ്കിലും ഉപയോഗിക്കുമെന്തോ കേട്ടോ. ഇത് അപ്പുറത്തുള്ള ഒരു ചെറിയ വില്ലേജിൽ പോകുന്ന ഒരു പാലം. ഇവിടെ രാവിലെ വന്നിട്ട് ആളുകളൊക്കെ ഇവിടെ TV ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി, പക്ഷേ ഇവിടെ പിങ്ക് കളർ ചെമ്പരത്തിയാണ് ഇവിടുത്തെ ഹിബിസ്കസ്. ഞാൻ അവിടെ പോയപ്പോൾ ബോട്ടൊന്നും ഇല്ല കേട്ടോ. നേരത്തെ വന്ന ബോട്ട് കുറച്ച് അപ്പുറത്ത് ഒരു 50 കിലോമീറ്റർ മാത്രം പോകുന്ന ബോട്ടാണ്. അവിടെ പോയി എന്നെ സ്റ്റക്കായി പോയി, തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ആ കാണുന്നതൊക്കെ നമ്മുടെ പനാമ ഭാഗത്തോട്ട് പോകുന്നതാണ് കേട്ടോ. ഇങ്ങോട്ടൊരു വണ്ടിയും ഇല്ലല്ലോ, അങ്ങോട്ട് മാത്രം വണ്ടികൾ കുറേ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എനിക്കൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി. എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു നീ വന്ന് കയറാൻ പറഞ്ഞു കേട്ടോ. കാരണം ഇവർക്ക് എന്നെ ഇന്നലോട്ട് അറിയാം, ഞാൻ ഇവിടുത്തെ ലോക്കലിനെ പോലായി. ഓക്കെ ടാറ്റാ അമിഗോ. ബ്രോ uno minute. Finally crossing Darien Jungle from Panama to Colombia. അവിടെ നമ്മുടെ മലനിരകൾ കണ്ടില്ലേ, ദാരിയൻ കാട്ടിലെ മലനിരകൾ. ഇവർ തടി പിടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കണ്ടിട്ട് ബോട്ട് മറിയുന്നാണ് തോന്നുന്നത്. ഇവർ മീൻ പിടിക്കാനായിട്ട് വന്നതാണോ? വെള്ളം കിടന്ന് മറിയുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ പിടിച്ചിങ്ങനെ ഇരിക്കുക.
കമ്പുകള്. അതിലൊരു മീന് കുടുങ്ങിയിട്ടുണ്ട്. ഫെലിസ്, വാവ്! എന്റെ ദേഹത്തെല്ലാം വെള്ളമാവുന്നു. പഠിച്ചവനെ, മീനാകെ 3 കിട്ടിയുള്ളൂ കേട്ടോ നമുക്ക്. നമ്മളങ്ങനെ മീനൊക്കെ കിട്ടി. കോന്തോ pescado, uva, condo, 1, 2, 3, 4, 10. Oh, feliz. Ahí leve para el refil. ഓ, 10 കിട്ടിയത് വലിയ സന്തോഷമായില്ല. 10 ഉള്ളൂ കേട്ടോ. 10 മീനെ കിട്ടിയുള്ളൂ. പല പല വ്യത്യസ്തമായിട്ടുള്ള മീനുകളാണ് കേട്ടോ കിട്ടിയത്. നമ്മളിനി തിരിച്ച് തുഴയുവാണ്. തുഴഞ്ഞിട്ടും കാറ്റും കൊണ്ട് നമ്മൾ അങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ. നമ്മളിനി വീണ്ടും അത് ഇടുവാൻ വേണ്ടി പോവാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് വെച്ചിട്ട് ഊരാൻ വേണ്ടി വന്നാണോ? ഓ, അത് ഊരാൻ പറ്റുന്നില്ലല്ലോ. വള്ളം മറിയല്ലേ കുറച്ചോലെ. ഇവർ പിടിച്ചോണ്ട് വന്ന മീനിനെ ഇവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ കുറെ ഇതുപോലുള്ള പായ്വഞ്ചികളുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഇവര് വിൽക്കും. ഫ്രഷ് മീൻ കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9 മീന്. എനിക്ക് ബോട്ടൊന്നുമില്ല. മിക്കവാറും ഇവരുടെ കൂടെ പണിയെടുത്ത് ഇവിടെ മീൻ പിടിച്ച് ജീവിക്കേണ്ടി വരും. ഇവിടെ രാവിലെ തന്നെ ഫുട്ബോൾ കോച്ചിങ്, ഫുട്ബോൾ കളിയൊക്കെ തുടങ്ങുവാണ്. അതാ 1, 2, ¡auto pues! ¡Dale! ¡Dale! എനിക്ക് വേണ്ടി പുള്ളിക്കാരൻ ബോട്ട് വെക്കുവാണ് കേട്ടോ. ബോട്ട് അങ്ങ് നമുക്ക് എവിടെന്നെങ്കിലും പോകുന്നത് അവിടെ നിന്ന് വല്ലതും കാണാൻ സാധിക്കും. ഇങ്ങനെ കുനിഞ്ഞു നോക്കിയാ. ഞാനിവിടുത്തെ ബോട്ടിന് ചുറ്റിപ്പറ്റി ഇരിക്കുകയാണ് കുറേ നേരമായിട്ട്. ഇവിടെ കുറേ ആൾക്കാർ വന്നിറങ്ങുന്നുണ്ട്. അങ്ങോട്ടൊന്നും പോകാനായിട്ട് ഒരു ബോട്ടും ഇല്ല കേട്ടോ. ഞാൻ പെട്ടിരിക്കുവാണ് ഇവിടെ. ഇവരൊക്കെ വന്നതാണ് കേട്ടോ. ഇവിടെ വമ്പൻ ഗെയിമാണല്ലോ എപ്പോഴും. ഫുൾ ടൈം ഇവിടെ ഫുട്ബോളാണ് കേട്ടോ എപ്പോഴും. ഇവിടെ 10 മണിക്ക് വരേണ്ട ബോട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോയി കേട്ടോ. ഈ കാണുന്ന ബോട്ടിലാണ് ഞാൻ പോവേണ്ടത്. ബോട്ട് സാങ് നോ otro എന്റെ ഭാഗ്യം, ഞാൻ ബോട്ടിൽ കയറുന്നതിന് മുന്നേ ബോട്ട് അപ്പുറത്ത് മുങ്ങി കേട്ടോ. ആ ബോട്ടിലാണ് ഞാൻ പോവേണ്ടിയിരുന്നത്. വാവ്, ഇതങ്ങനെ അവസാനം ഇത് എത്ര മണിക്കൂറായിട്ട് മുകളിലോട്ട് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന കേട്ടോ. എനിക്ക് മിക്കവാറും ഇന്നും ബോട്ട് കാണൂല. ഇന്ന് ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞ് ഇവരോടെയൊക്കെ ഒതുങ്ങി കൂടേണ്ടി വരും കേട്ടോ. ന്യൂസ് വന്ന കേട്ടോ. 16 പേരാണ് നേരത്തെ ബോട്ടിൽ പോയത്. ആ ബോട്ടിലാണ് ഞാൻ കയറേണ്ടത്. അതിന് 3 പേര് മരിച്ചു കേട്ടോ. ഇത് കേട്ടപ്പോ എന്റെ രോമമൊക്കെ ഇങ്ങനെ എണീക്കുന്നു കേട്ടോ. എന്തോ പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറയാണ്, മാൻ ദിസ് ഈസ് യുവർ ബോട്ട് എന്ന് കേട്ടോ. ഇവിടെ കുറച്ച് എത്തുന്നതിന് മുന്നേ ആണ് കേട്ടോ ബോട്ട് എങ്ങനെ ആക്കിയത്. ബ്രോ, നോ ലൈഫ് ജാക്കറ്റ്, നോ ലൈഫ് ജാക്കറ്റ്, നോ ദിസ്, നോ ബട്ട് വൈ ഡൈ? Tenían chaleco, pero está bonito. Después que ahogan la gente, se está más bonito que la de allá. Porque ya estaba hermoso. ആരുടെയൊക്കെ പ്രാർത്ഥന എനിക്കുണ്ട് കേട്ടോ. രാവിലെ ഈ ബോട്ടിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മൈഗ്രന്റ് ബോട്ടുകൾ 16 മൈഗ്രന്റ് പേരാണ് കേട്ടോ. അതില് ഒരു കൊളംബിയക്കാരനും 2 വെനിസ്വലൻ സ്ത്രീകളും മരിച്ചു കേട്ടോ. ഞങ്ങളുടെ മുങ്ങിയവരെ രക്ഷിക്കാൻ പോകുന്ന ബോട്ടാണ് കേട്ടോ കാണുന്നത്. മുങ്ങി വീണ ആൾക്കാരെ എന്തോ അവരൊക്കെ വേണ്ടി
Aquí está porque lost time in tourists Sí, sí, no. walking. Trabajo, No. Only 1 minute. Sí. Only Viajando. translate, travel. Experience todo mundo cultural. Ya que no tiene tiempo. Hey, woman is big problem, man. Big problem. Yeah. Only my friend. കുടിച്ചോണ്ട് ലക്കില്ലാതെ എന്തൊക്കെയാ പറയാണ് കേട്ടോ. എല്ലാരും കിണ്ടി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. Ese es lo único que pronuncia como se debe. നമ്മുടെ രക്ഷപ്പെട്ട ബോട്ടിലെ എമിഗ്രൻസ് ആണ് കേട്ടോ. നമ്മുടെ ബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടവരെല്ലാരും നമ്മുടെ വീട്ടിന്റെ തൊട്ട് പുറകിലത്തെ ഒരു സ്ഥലത്താണ് കൊണ്ടുവന്നത്. 13 പേരെ രക്ഷിച്ചുകൊണ്ട് വന്നു. എല്ലാരും മനസ്സിലാക്കാരാണ്. മരിച്ച 3 പേര് മനസ്സിലാക്കാരാണ്. അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരും വീഡിയോയുടെ മുന്നിലൊന്നും വരാനുള്ള സാഹചര്യമല്ല കേട്ടോ. കാരണം അതിലൊരാൾ അവരുടെ കൂട്ടുകാരെ നഷ്ടപ്പെട്ടതിന്റെ ഇതിൽ ഒരു സ്ത്രീ കരയാണ്. കുറച്ച് സ്ത്രീകളുണ്ട്, കുറെ പയ്യന്മാരുണ്ട്. എല്ലാരും മനസ്സിലോട്ട് പോകുന്ന ഇതാണ് കേട്ടോ. കേട്ടോ 3 പേര് മരണപ്പെട്ടു കേട്ടോ. അതിൽ 3 പേര് ഇനിയിപ്പോ നാളെ വേറെ ബോട്ടിൽ എന്തോ യാത്ര തുടങ്ങും. അങ്ങനത്തേതാണ്. അവരെല്ലാരും തന്നെ ഫുള്ള് അവരുടെ തുണി എല്ലാ കാര്യങ്ങളും നനഞ്ഞ് വെള്ളത്തിൽ കിടന്ന് പെടഞ്ഞ് മരിച്ചതാണ് അവസ്ഥ കേട്ടോ. ഞാൻ ഇന്ന് ആ ബോട്ടിലാണ് പോകാൻ വേണ്ടി ഇരുന്നത് കേട്ടോ. ബട്ട് എനിക്ക് മുമ്പ് തന്നെ അത് സംഭവിച്ചു. എന്തോട്ടോ എൻ്റെ അടുത്ത് കൂടെ എപ്പോഴും പോസിറ്റീവ് ഇട്ടുണ്ട് കേട്ടോ. ഞാൻ ആലോചിക്കുമായിരുന്നു മാലിയിൽ ഇതുപോലെ ഞാനൊരു ബോട്ടിൽ യാത്ര ചെയ്തപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയി ഡങ്കടിച്ച് കിടന്ന ഒരു ബോട്ടിൻ്റെ അവിടെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ദിവസം കിടന്ന ബോട്ട് താന്നുപോയി. അതിലുള്ള ആൾക്കാരെല്ലാം മരിച്ചു. ബട്ട് ഞാൻ കിടന്ന അന്നൊന്നും സംഭവിച്ചില്ല. എന്തോ പ്രശ്നങ്ങൾ അടുത്തൂടെ വന്നു പോകുന്നു. ഇപ്പം സുഡാനിലെ യുദ്ധത്തിന്റെ സമയത്തൊക്കെ ബുള്ളറ്റൊക്കെ പാഞ്ഞു വന്ന സമയമായിരുന്നു കേട്ടോ. ബട്ട് പലയിടത്തും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു പോസിറ്റിവിറ്റി, നിങ്ങളുടെയൊക്കെ ചിന്തകൾ എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കണം. പിന്നെ വീട്ടിലുള്ള ഉമ്മയുടെ പ്രാർത്ഥനകൾ, അപ്പാടെ പ്രാർത്ഥനകൾ, അതൊക്കെ തന്നെ ആയിരിക്കണം. ഞാൻ സത്യം പറയല്ലേ എന്തോ കേട്ടോ. അതായത് ഇവരുടെ ബോട്ടിലാണ് ഞാൻ 11 മണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് വന്നപ്പോൾ ഇവരുടെ ബോട്ട് കാണാനില്ല. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇൻഫർമേഷൻ വന്നു ബോട്ട് മുങ്ങി തൊട്ടപ്പുറത്ത്. ഇവിടെ എത്തുന്നതിന് മുന്നേ ഇവിടെ എത്തിയിട്ടാണ് മുങ്ങിയിരുന്നെങ്കിലോ ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടാം, അത് വേറെ കാര്യം. ബട്ട് എന്നാലും അങ്ങനെ ഒരു സ്ഥിതി വന്നില്ലല്ലോ. എല്ലാവരും ഈ കാണുന്ന വീട്ടിലാണ് കേട്ടോ സെറ്റിലായിട്ടുള്ളത്. ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ ഇനി പുറത്തോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അവരുടെ ജാക്കറ്റ് എല്ലാം പുറത്ത് അവർ ഉണക്കാനൊക്കെ ആക്കി ഇട്ടൊക്കെയാണ്. ഇവിടെ എപ്പോഴും ഫുട്ബോൾ കളി തന്നെയാണ് കേട്ടോ. ഇവനോ ഇവിടെ സെവൻസ് ആണോ കളിക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള കണ്ടില്ലേ സെവൻസ് ആണോ ഇവിടെ കളിക്കുന്നത്? 1 2 3 4 5 6 7. ഇവിടെ വൈകുന്നേരം ഒരു ടീം ഫുട്ബോൾ കളി. ഇവിടെ കുറേ പേര് കുടിച്ചുകൊണ്ട് തൻ്റെ ഫാമിലി ആയിട്ട് ഇരിക്കുന്നു. ഇവിടെ കുറേ പേര് ഇതുപോലെയൊക്കെ ഇരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് കേട്ടോ, വേറെ പരിപാടിയൊന്നുമില്ല. ഇതാ അവിടെ കുറേ പേര് കുട്ടികൾ. ഇവിടെ നമ്മുടെ ഭക്ഷണം വന്നിട്ടുണ്ട്. ഇത് പ്ലാറ്റിന, നമ്മുടെ പഴം, ചിക്കൻ. പുള്ളിക്കാരന് മാത്രം പയർ ഇതൊക്കെ ഉണ്ട്. ബിയൻ നമ്മളിനി പാലം കടന്ന് അപ്പുറത്തെ ഗ്രാമത്തിൽ പോയിട്ട് നമ്മൾ എന്തോ ഇവര് പൂൾ ബോൾ എന്തോ കളിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ആ ഗെയിമിന്റെ പേര് എനിക്ക് ടേബിൾ പൂൾ അല്ലേ, നമ്മുടെ ടേബിൾ പൂള് ആ ഗെയിം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഗെയിം കളിക്കാൻ വേണ്ടി നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അല്ല ഇവിടെയാണ് കേട്ടോ. ഇതാണ് ഇവരുടെ ഒരു ക്ലബ്ബ് ബാർ. ഇവിടെ പാട്ടൊക്കെ ഇടാൻ വേണ്ടി പോവാണ്. പാട്ടിട്ടാൽ പിന്നെ നിൽക്കാൻ പറ്റുമല്ലോ കേട്ടോ, സൗണ്ട്. ഇവര് വിചാരിക്കുവാണ് എന്റെ കൂട്ടുകാരാണ് മരിച്ചതെന്ന് കേട്ടോ ഇവര് വിചാരിക്കുന്നത്. സത്യം പറഞ്ഞ ഈ നാടില്ലേ, ഈ നാട് എൻ്റെ നാട് പോലെയാണ് ഞാൻ നടക്കുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആളുകളൊക്കെ കാണുമ്പോൾ എന്നാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ച് കുശലമൊക്കെ പറഞ്ഞ് ഇവിടെ തന്നെ ആണല്ലേ. ഞാൻ പെട്ടെന്ന് ഇനി വാഷ്റൂമിൽ പോകാൻ വേണ്ടി തിരിച്ച് പാലം കയറി വന്നതാണ് കേട്ടോ. ഇവിടെ രാത്രി എല്ലാവരും കിടന്നു കേട്ടോ.
ഇനി രാവിലെ എനിക്ക് എണീക്കണം. രാവിലെ ഞാൻ ഇവരുടെ കൂടെ ബോട്ടിൽ പോവുകയാണ്. അതായത് നമ്മുടെ എമിഗ്രൻസ് ഇല്ലേ, അവരുടെ കൂടെ ഇന്ന് ഞാൻ ബോട്ടിൽ പോവേണ്ടതാണ്. ഇവിടെ ഇങ്ങനെ ഒരു അപകടം പറ്റി അവരിവിടെ വന്നെത്തി. ഇനിയിപ്പോൾ നാളെ നമ്മൾ ഒരുമിച്ച് ജേണി സ്റ്റാർട്ട് ചെയ്യണം. രാവിലെ എണീക്കണം. ഞാൻ ഇവിടുത്തെ ബാങ്ക് കാണിച്ചൊന്നുമില്ലല്ലോ. ഇവിടുത്തെ ഉള്ള ആകെ ഒരു നല്ല ബിൽഡിങ് ഈ കാണുന്ന ബിൽഡിങ് മാത്രമാണ് കേട്ടോ ഇവിടുത്തെ ഒരു ബാങ്ക്. വേറെ ഒരു നല്ല ബിൽഡിങ് ഇതുപോലത്തെ കാണാൻ സാധിക്കില്ല.